ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ആത്മബോധം ഉദയം ചെയ്യുന്നതിന് പരമപ്രധാനമായി നാം ചെയ്യേണ്ട ഒരു സാധന ചിത്തശുദ്ധിയാണ്. നമ്മുടെ മനസ്സിനെ പരിശുദ്ധമാക്കുകയാണ്. നാം ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യം ആ വീട് വൃത്തിയായി അതിൻ്റെ പൊടികളും മറ്റ് ചെറിയ കൃമികീടങ്ങളെയെല്ലാം അതിൽ നിന്ന് മാറ്റിയ ശേഷം തുടച്ച് വൃത്തിയാക്കിയായിരിക്കും ആ വീട്ടിൽ നാം പ്രവേശിക്കുന്നത്. അപ്രകാരം നമ്മുടെ മനസ്സാകുന്ന വീട്ടിൽ ആണ് ഈശ്വരൻ്റെ വാസസ്ഥാനം. അവിടെ ഭഗവാൻ വസിക്കണമെങ്കിൽ അവിടെ ദുഷിച്ച അനേക കീടങ്ങൾ ഇരിക്കുന്നു. അവയെ നീക്കം ചെയ്യണം. അതിനാണ് ചിത്തശുദ്ധി എന്ന് പറയുന്നത്. വൃത്തികെട്ട മനസ്സിൽ ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കും വൃത്തികെട്ട മനസ്സ് എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത മനസ്സ് എന്ന ഒരർത്ഥമുണ്ട്. വൃത്തികെട്ട മനസ്സ് എന്നാൽ വൃത്തിയില്ലാത്ത മനസ്സ്. എന്നാൽ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. വൃത്തി ഇല്ലാതെ ആവുക എന്ന് പറഞ്ഞാൽ ചിത്തവൃത്തി, മനസ്സിൻ്റെ വിക്ഷോഭങ്ങൾ, മനസ്സിൻ്റെ വികാരങ്ങൾ, മനസ്സിൻ്റെ ചലനം, കെട്ട് എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാവുക. ചിത്തത്തിൻ്റെ ചാഞ്ചല്യം ഇല്ലാതെ ആകുമ്പോഴാണ് ആത്മാനന്ദം അനുഭവമാവുക. വൃത്തികെട്ട മനസ്സിൽ ആത്മാനന്ദം അനുഭവമാകും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ വൃത്തികെട്ട എന്നതിന് രണ്ടർത്ഥം, വൃത്തിയില്ലാത്ത എന്ന ഒരർത്ഥം. വൃത്തികെട്ട മനസ്സിൽ ഇവിടെ ഭഗവാൻ ഒരിക്കലും വസിക്കുകയില്ല, ആത്മാനന്ദം അനുഭവമാവുകയുമില്ല. അതിനാൽ വൃത്തികെട്ട മനസ്സല്ല വേണ്ടത്, വൃത്തിയുള്ള മനസ്സാണ്. വൃത്തിയുള്ള മനസ്സിനെയാണ് വൃത്തികെട്ട മനസ്സെന്ന് പറയുന്നത്. വൃത്തികെട്ടത് എന്ന് പറഞ്ഞാൽ വൈകാരികത ഇല്ലാതെ പരമശാന്തമായ മനസ്സ്. ചിത്തവൃത്തി നിരോധം, ചിത്തവൃത്തികളെ നിരോധിക്കണം നമ്മൾ എന്നാണ്. അതിനാൽ എന്തു ചെയ്യണം? സ്വധർമ്മ സംശുദ്ധി നിമിത്തമായ ലകം തെളിഞ്ഞുജ്വലമാമതിങ്കൽ വിജ്ഞാനമാർന്നൻ ചരണാരവിന്ദം പ്രേമാമൃതം നേരിൽ നുകർന്നിടുന്നു. എത്ര മനോഹരമായ വരികൾ! അതിൻ്റെ അർത്ഥം എത്ര വിശാലമായിട്ടാണ് കിടക്കുന്നത്. സ്വധർമ്മ സംശുദ്ധി നിമിത്തമായാൽ നാം ചെയ്യേണ്ടതായ സ്വധർമ്മം, ഓരോ മനുഷ്യനും ചെയ്യേണ്ടതായ സ്വധർമ്മമുണ്ട്. അത് സംശുദ്ധമായി ചെയ്തിരിക്കണം. എങ്ങനെയാണ് സംശുദ്ധമാവുക? അത് ഫലേച്ഛയും കർത്തൃത്വബുദ്ധിയും ഇല്ലാതെ ചെയ്യണം. ഫലേച്ഛയും കർത്തൃത്വബുദ്ധിയും ഇല്ലാതെ ചെയ്യുമ്പോൾ ആ കർമ്മം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. അതാണ് സ്വധർമ്മ സംശുദ്ധി നിമിത്തമായാൽ. സംശുദ്ധി വരണമെങ്കിൽ എന്ത് വേണം? ഞാൻ ചെയ്യുന്നു എന്ന ബോധം. അതിനാണ് കർത്തൃത്വബുദ്ധി. ഫലേച്ഛ എന്നാൽ ഇന്നത് കിട്ടിയാലേ ഇന്ന കർമ്മം ചെയ്യൂ എന്ന മനോഭാവം ഇല്ലാത്തത്. അങ്ങനെ കർത്തൃത്വബുദ്ധിയും ഫലേച്ഛയും ഇല്ലാതെ കർമ്മം ചെയ്യുമ്പോഴാണ് അത് സ്വധർമ്മം പോലും ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഒരിക്കലൊരു കുട്ടി അമ്മയ്ക്ക് ഒരു ലിസ്റ്റ് കൊടുത്തു, മോനെ കടയിൽ പോയി ഒരു ബ്രഷ് വാങ്ങി കൊണ്ടുവരൂ. അങ്ങനെ കുട്ടി അമ്മ പൈസ കൊടുത്തു, ബ്രഷ് വാങ്ങി കൊണ്ടുവന്നു. അവൻ്റെ ഒരു ലിസ്റ്റിൽ എഴുതി വെച്ചു 10 രൂപ, കടയിൽ പോകുന്നതിന് 10 രൂപ. പിന്നെ കുട്ടിയോട് പറഞ്ഞു, മോനെ അവിടെ ചെന്ന് കടയിൽ നിന്ന് 1 കിലോ തക്കാളി വാങ്ങി കൊണ്ടുവരൂ. അങ്ങനെ അവൻ തക്കാളി വാങ്ങി കൊണ്ടുവന്നു. അവൻ്റെ ലിസ്റ്റിൽ എഴുതി വെച്ചു, ആ പോക്കിനും 10 രൂപ.
അങ്ങനെ 5 പ്രാവശ്യം അവൻ കടയിൽ പോയപ്പോഴേക്കും 50 രൂപ എഴുതി വെച്ചു. അമ്മയ്ക്ക് ലിസ്റ്റ് കാട്ടിക്കൊടുത്തു. ദാ അമ്മേ, എനിക്ക് 50 രൂപ തരും. ഇത് കേട്ടപ്പോൾ അമ്മയൊന്ന് ചിരിച്ചു. നീ 5 പ്രാവശ്യം പോയപ്പോഴേക്കും നിനക്ക് 50 രൂപ തരണമല്ലേ? നീ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് നീ നോക്കിയിട്ടുണ്ടോ? മാത്രമല്ല, നിനക്ക് എത്ര പാലാണ് ഞാൻ തന്നിരിക്കുന്നത്? നീ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ മാറിൽ നിന്നും പാല് കുടിച്ചതിന് ഞാൻ എന്താണ് നിനക്ക് അതിന് ഈ ഫലത്തെ ഇച്ഛിച്ചുകൊണ്ടാണോ? നീ എത്ര രൂപയാണ് എനിക്കതിന് തന്നിരിക്കുന്നത്? നിത്യേന നിനക്ക് ആഹാരം നിന്റെ വായിൽ ഉരുട്ടി തന്നിരിക്കുന്നു, അതിന് നീ എന്താണ് എനിക്ക് പ്രതിഫലം തന്നിരിക്കുന്നത് എന്ന അമ്മ ചോദിച്ചു. കുട്ടികളെ, ഇത്തരം കാര്യങ്ങൾ നാം ബോധ്യപ്പെടുത്തണം. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ മഹത്തരമായി കണ്ട് അതിന് കൂലി ചോദിക്കുന്ന പ്രവണതയുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി അമ്മയും അച്ഛനും ചെയ്യുന്ന ത്യാഗം എത്രയാണ് എന്ന് ആ കുട്ടിയെ ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്തിയപ്പോൾ ആ കുട്ടി ആ കടലാസ് കീറിക്കളഞ്ഞു. അമ്മ എനിക്ക് തന്നതിനെ ഫലം തരാൻ എനിക്ക് കഴിയില്ല എന്ന് ശങ്കരാചാര്യർ ഒരമ്മയോട് കണക്ക് പറയാനും കഴിയില്ല. അമ്മ ചെയ്തതിന് ഒരു പുത്രൻ എന്ത് പ്രതിഫലം ചെയ്താലും തുല്യമാവില്ല എന്ന് പറഞ്ഞതുപോലെ ഉള്ള മനോഭാവം നമ്മുടെ കുട്ടികളിലും വളർത്തിയെടുക്കണം. അതാണ് സ്വധർമ്മ സംശുദ്ധി. അത്തരത്തിലുള്ള സ്വധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാകും. സ്വധർമ്മ സംശുദ്ധി നിമിത്തമായാൽ അകം തെളിഞ്ഞുജ്വലമാമതിങ്കൽ. അങ്ങനെ സ്വധർമ്മം കൊണ്ട് നമ്മുടെ മനസ്സ് പരിശുദ്ധമായാൽ അകം എന്ന് പറഞ്ഞാൽ മനസ്സ് തെളിഞ്ഞ് ഉജ്ജ്വലമാം അതിങ്കൽ വിജ്ഞാനമാർന്നൻ ചരണാരവിന്ദം. അറിവ് നേടി ഭഗവാന്റെ ചരണാരവിന്ദമാകുന്ന പ്രേമാമൃതം നേരിൽ നുകർന്നിടുന്നു. ഭഗവാന്റെ പ്രേമാമൃതം നുകരാൻ അപ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പരമമായ ആത്മാനന്ദം നുകരണമെങ്കിൽ ചിത്തശുദ്ധി വേണം. ചിത്തശുദ്ധി വേണമെങ്കിൽ നമ്മുടെ സ്വധർമ്മം, ഫലേച്ഛയും കർത്തൃത്വ ബുദ്ധിയും ഇല്ലാതെ ചെയ്യണം. സ്വധർമ്മ സംശുദ്ധി നിമിത്തമായ ലകം തെളിഞ്ഞുജ്വലമാമതിങ്കൽ വിജ്ഞാനമാർന്നൻ ചരണാരവിന്ദം പ്രേമാമൃതം നേരി നുകർന്നിടുന്നു.